तेरे जैसे हरामियों को दिल से कहा है मैंने फुटिया से। हे भगवान, रोज ऐसे हरामियों के पिल्लों को क्यों पैदा करते हो साला सुअर। माफ करना भाई, गलती हो गया माफ कर। आई श्री चंद्रेट ना मेरा कमरे का पसाएगा तो बाहर डरेगा साले। നമ്മുടെ കമരന്ന് വിചാരിച്ച അവരുടെ കമരമ്മ പോയപ്പോ വാതിലിന്റെ മേളിൽ കൂടെ എന്റെ കഴിവറ മോനെ, എന്റെ കണ്ണ് തെറ്റിയ നിന്നെ നാട്ടുകാർ തല്ലി കൊല്ലുമല്ലോ. നീ എങ്ങനെയാടാ എന്റെ അമ്മയുടെ മോനായത്? അതിന് ഞാനിപ്പോ എന്താ ചെയ്തേ? വേലിമേ ഒരു സാരി കിടക്കണ കണ്ടാ മതി, പിന്നെ അവിടുന്ന് പോവില്ല ശവം. നീ ജീവിതത്തിൽ നന്നാവൂ. എടാ അമ്മായിയുടെ മോനെ, ഞാനിതൊക്കെ തന്നെ കേക്കണം. ആ പോട്ടെ, വാ നമുക്കൊരു സ്ഥലം വരെ പോവാം. ഞാനില്ല, പോയിക്കോ. ആ കൊള്ളാം. നിന്നെ ഇവിടെ നിർത്തിപ്പോയ നാഗ്പൂർ നിന്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരും. എനിക്ക് വയറിന് നല്ല സുഖമില്ല. നിനക്ക് അസുഖം വയറിനല്ല, നിന്റെ സൂക്കേട് എന്താന്ന് എനിക്കറിയാം. അതിന് പറ്റിയൊരു സ്ഥലത്തേക്കാ പോകുന്നത്. വാ. എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലമാണ്. എന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോര പിടിച്ചതാണ്. ഒരു 100 പേരോ? 100 നരകത്തിൽ പോയാലുണ്ട് മലയാളി. रतन भाई, आज फिर मेरा हाथ अच्छा है। ऐसा है तो पार्टी मांगता है भाई। याद है क्या? हाँ मालूम है। आपके किस्मत अच्छा है साहब जी। आज कितना मिला? थोड़ा सा 70,000। मैम साहब, नीचे एक मलयाली आया है, आपको पूछ रहा था। मलयाली? हाँ। नाचना नहीं। भाई ഇത് കേസാ? क्या? കേസാണോന്ന്? സड़की केस है? हिंदी में बोलो, हिंदी में। सड़की पूछा है, पूछा पूछा? पूछा पूछा म्याऊ म्याऊ। हाँ तुम पूछा? अबे हटो। मैम साहब, आप कौन है जी? याद है क्या मैम साहब? ओ भैया चंदन साहब, आपको ऊपर आने के लिए किससे पूछने का जरूरत है? आओ जी आओ, ऊपर एकदम मस्त गेम चल रहा है। गोपाल जी इधर है क्या? गोपाल? गोपाल इधर नहीं है। किधर होगा वो? ओ मुंबई गया है, 1 हफ्ते के बाद लौटेंगे। झूठ। मैं सच बोल रही हूँ। मुझसे तो गोपाल ने कहा है कि वो ठीक है मैम साहब। गोपाल जी कैसे हो? हिम्मत और मर्दान की जिसको है वो सामने आ जाओ। नमस्ते गोपाल जी, एक हाथ हमसे हो जाए। पहचाना नहीं मुझे? चंदन साहब। नहीं, चंदन अല്ല, चंद्रन, चंद्रहासन। हाँ चंद्रहासन। हम हम सबको भूल गए क्या? മറക്ക്. മറന്നാ നിന്നെ തേടി ഞാനിവിടെ വരൂ ഗോപാല. ചീട്ട് അവിടെ ഇരിക്കട്ടെ ഗോപാല. क्या है गोपाल? तू जा, मैं संभालूंगा। चंदन साहब, आप पते खेलने के लिए इधर आए हैं या? ഒരു കൈ കളിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്, പക്ഷെ അത് ചീട്ടല്ല. मैं फिर से बोल रहा हूँ,
इधर झगड़ा नहीं करना गड़बड़ करेगा तो आराम से नहीं जाएगा മലയാളത്തിൽ പറടാ. ഒരു പഞ്ചാബി പെണ്ണിന്റെ ആനക്കാരനായ മലയാളം മറക്കൂ. മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. ആ അങ്ങനെ പറ. പറവട്ടാണിക്കാരൻ ഗോപാലകൃഷ്ണൻ പത്തിരിപ്പാലക്കാരൻ ചന്ദ്രഹാസിനോട് മാതൃഭാഷ പറ. വേണ്ട, തിണ്ണമെടുക്ക് കാട്ടാൻ നമ്മുടെ തിണ്ണയല്ല. പണ്ടെന്നോ ചീട്ട് കളിച്ച് തോറ്റിട്ട് അതിന്റെ പേരിൽ ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിച്ച ഇത് സ്ഥലം ഏതാന്നറിയാലോ. ജീവനോടെ പോയില്ല നീ. അറിയാലോ. നീ കള്ളക്കളി കളിച്ച് തോപ്പിക്കുകയും ചെയ്യും, ചതച്ചു കൊല്ലുകയും ചെയ്യും. കണ്ടോ, ഇതൊരു കുത്ത്, ഇവിടെ ഒരെണ്ണം, അങ്ങനെ 9 കുത്ത്. ഞാനാണോ കുത്തിയത്? നീയല്ല, നിന്റെ കൈ ഉണ്ടത്. പക്ഷെ ഞാനത് വിട്ടു. ഈശ്വരൻ തന്ന ശിക്ഷ. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പ്രാക്കുണ്ട്, കണ്ണീരുണ്ട്. അതിന്റെ ശിക്ഷ. ഇതിന്റെ പേരിൽ നിന്റെ ദേഹത്ത് ഞാൻ കൈവയ്ക്കില്ല. പക്ഷെ അവനെ ഞാൻ വിടില്ല. ഗിരി എവിടെയുണ്ടെന്ന് എനിക്കറിയണം. എനിക്കറിയില്ല. ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവനും ചേർന്നിന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇപ്പൊ അവൻ എവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലേ? ഏയ്, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്റെ ചവ. ഓക്കെ മകൻ സിംഗ് ചോട് ദോ. ഓക്കെ. ജീവനോടെ ഇവിടുന്ന് പോകുന്നെങ്കിൽ അത് ഗിരി എവിടെ നിറഞ്ഞിട്ടേ ഉള്ളൂ. छोड़ दो, तो गोली मार दूंगी. अगर कोई हिला तो मार डालूंगा साले को. नहीं, हिलना मत. പ്രേമ, സൂക്ഷിക്കണം. ജീവിതവും മരണവും എനിക്ക് ഒരുപോലെയാണ്. മരിക്കാനൊട്ടും പേടിയില്ല. പക്ഷെ അവനെ കാണാൻ വേണ്ടി എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. കൊല്ലേണ്ടി വന്നാ കൊല്ലും. गोपाल को कुछ मत करो. नहीं मेम साहब, मैं जबान दे रहा हूँ, इसे कुछ नहीं होगा. मैं मरने के लिए तैयार हूँ और मारने के लिए भी. अगर कोई मेरे पास आए तो मैं इसका जान ले लूंगा. कोई कुछ मत करो. ഗിരി പെടുന്ന നിന്റെ കൂടെ അല്ലേ? ഇല്ല, അയാൾ എന്റെ കൂടെ ഇല്ല. നുണ പറയരുത്. സത്യം, നിന്നെ ചതിച്ചത് ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്താ. അതിന് 1.5 ലക്ഷം രൂപ അവൻ എനിക്ക് തന്നു. അതിനുശേഷം ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ല. 2 പ്രാവശ്യം ഫോണിൽ വിളിച്ചിരുന്നു. എവിടുന്ന് വിളിച്ചത്? ഒരിക്കൽ ബോംബെ നിന്ന് പറഞ്ഞു, പിന്നെ ഒരിക്കല് നാട്ടിൽ നിന്ന്. അത് നുണയാ. ഇതും പറഞ്ഞ നുണ ചന്ദ്രേട്ടാ. അല്ല, സത്യ. ചീട്ടിൽ നിന്നെ ഞാൻ ചതിച്ചിട്ടുണ്ട്, അല്ലാതെ എന്നെ കൊല്ലാനോ നശിപ്പിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കെന്താ അതിന്റെ ആവശ്യം? ഞാൻ വിശ്വസിക്കുന്നു. നാളെ നിനക്ക് അവനായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ?